കർത്താവിന്റെ അതിപരിശുദ്ധമായ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റു വരും. ഇവിടെ ദാനിയേലിന്റെ പുസ്തകം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായങ്ങളാണ്. അതിൽ 12-ാമത്തെ അധ്യായത്തിലെ ഏറ്റവും അവസാന വാക്യമാണ് നമ്മൾ വായിച്ചത്. പ്രത്യാശയുടെ വാക്യമാണ്. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ദാനിയേൽ എന്ന വാക്കിന് ദൈവ ന്യായാധിപതി എന്നാണ് ആ പേരിന്റെ അർത്ഥം. അപ്പോൾ തന്നെ അതിനകത്തൊരു വിശ്രമമുണ്ട്. പ്രവേശനം ഹല്ലേലൂയ. അപ്പൊ എന്റെ നീതിക്ക് ഞാൻ പോരാടുകയല്ല, കർത്താവ് എനിക്ക് നീതി പ്രവർത്തിക്കും എന്നുള്ളതാണ് ദാനിയേലിന്റെ ചിന്ത. കാരണം ദാനിയേൽ പ്രവാസത്തിലാണ്, അടിമയാണ്. അപ്പോൾ തന്നെ ബാബിലോണിൽ നിന്ന് തനിക്കൊരു നീതി കിട്ടാൻ വേണ്ടി ദാനിയേൽ നീതിക്ക് വേണ്ടി പോരാടുന്ന വ്യക്തിയല്ല. പിന്നെ എന്താണ് ദാനിയേൽ പറയുന്നത്? എന്റെ കർത്താവ് എനിക്ക് നീതി നടത്തുന്നു. പ്രൈസ്. ഈ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ ഞാൻ പറയട്ടെ, നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരാണ്. നീതിക്ക് വേണ്ടി പോരാടി എന്നാണ് നമ്മൾ പറയുന്നത്. എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും, അവൻ നീതിക്ക് വേണ്ടി പോരാടി ജയിച്ചു, അവൾ നീതിക്ക് വേണ്ടി പോരാടി ജയിച്ചു എന്ന് നമ്മൾ പറയാറ്. പക്ഷെ ദാനിയേലിനെ സംബന്ധിച്ച് നോക്കാൻ, ദാനിയേൽ നീതിക്ക് വേണ്ടി പോരാടി ജയിച്ചെന്നല്ല അവിടെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദാനിയേൽ നീതിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരുന്നു, ദൈവം നീതി നടത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ഏത് വിഷയത്തിന് നിലവിലായിരുന്നാലും നാം നീതിക്ക് വേണ്ടി പോരാടുന്നതിനേക്കാൾ ഉപരി നമ്മുടെ വിഷയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. എന്റെ കഴിഞ്ഞകാല ജീവിതം ഒരു 25-26 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് ക്രിമിനൽ കേസുകൾ അകപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കോടതി സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നീതിക്ക് വേണ്ടി പോരാടിയിട്ടില്ല. ഞാനന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല, ഒന്നും എനിക്കില്ല. ദൈവമായി ബന്ധപ്പെട്ട ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടെന്നുള്ളൂ. പക്ഷെ എനിക്ക് വേണ്ടി നീതി നടത്തിയ ഒരു ദൈവമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ നീതിക്ക് വേണ്ടി പോരാടിയതുകൊണ്ടല്ല, എന്നെ തലമുറയിലേക്ക് വിടാതിരിക്കാൻ വേണ്ടി ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്നുള്ളതാണ്. ഞാൻ ഈ ദാനിയേലിന്റെ പുസ്തകം വായിച്ചപ്പോഴാണ് എന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ ന്യായാധിപതി, അതിനകത്ത് ഒരു വിശ്രമമുണ്ട്. ഞാൻ നീതിക്ക് വേണ്ടി പോരാടുകയില്ല, കർത്താവ് എനിക്ക് നീതി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് കർത്താവിൽ പ്രത്യാശിച്ചു. ഹല്ലേലൂയ. ഇന്ന് അനേകർ ഞാൻ പ്രതികാരം ചെയ്യും എന്നാ പറയുന്നത്. എല്ലാവരും ഞാൻ പ്രതികാരം ചെയ്യും, ഞാൻ പ്രതികാരം വീട്ടും, ഞാൻ കൊടുക്കും, എനിക്ക് തന്നതിനെ തിരിച്ചു കൊടുക്കും, അവൾക്കിട്ടല്ലേ അവന്റെ ഏതാണ്ട് കൊടുക്കും. ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ ചില വാക്കുകളാണ്. അങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ നീതി നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീതിമാനായ ന്യായാധിപതിയായ കർത്താവിന് നമ്മുടെ വിഷയങ്ങളെ ഫലമേൽപ്പിച്ചു കൊടുക്കുമ്പോൾ നീതിനായ കോടതി അഥവാ സ്വർഗം, അല്ലെങ്കിൽ ദൈവസനി സിംഹാസനത്തിലിരിക്കുന്ന കർത്താവ്, അല്ലെങ്കിൽ സകല ന്യായാധിപന്മാരെക്കാളും ശ്രേഷ്ഠനായ ന്യായാധിപതി, അല്ലെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കുന്നവനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ വിഷയങ്ങളെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ട് വേണം. കർത്താവ് എനിക്ക് നീതി നടത്തുവാൻ അവിടുന്ന് അധികാരം തന്നിട്ടില്ല, എനിക്ക് നീതി നടത്താൻ കഴിയത്തില്ല. അങ്ങനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ എനിക്ക് ശത്രുക്കളുണ്ട്, അവരോട് അവിടുന്ന് നീതി നടത്തണമേ എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ വളരെ വാഞ്ചയോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവം സമയത്ത് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്റെ ശത്രുക്കൾക്കെതിരെ ഹല്ലേലൂയ ഞാൻ പ്രതികാരം ചെയ്യും, ഞാൻ അവരൊരു പാഠം പഠിപ്പിക്കും. നമ്മൾ പറയാറില്ല, ഞാൻ അവരൊരു പാഠം പഠിപ്പിക്കും, അവളൊരു പാഠം പഠിപ്പിക്കുന്നു. ആ ഉത്തരവാദിത്വം നമുക്കില്ല. ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് വാക്കുകൾ തെറ്റായിട്ട് ഉപയോഗിക്കും. ഞാൻ ഒരുപാട് വാക്കുകൾ തെറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും തെറ്റായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഉണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മൾ ദൈവത്തോട് പറയണം. കർത്താവ്, അങ്ങാണ് നീതിമാനായ ന്യായാധിപതി, അങ്ങന്റെ വിഷയങ്ങളെ പരിഗണിക്കണമെന്ന് പറയണം. ഹല്ലേലൂയ. നമുക്കൊരു മനസ്സമാധാനമാണ് ആവശ്യം. ഹല്ലേലൂയ.
ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ബാബേലിൽ പ്രവാസത്തിലാണെങ്കിലും തന്റെ ഉള്ളിൽ വലിയ മനസമാധാനമാണ്. ദാനിയേലിന്റെ ഉള്ളിൽ വലിയ മനസമാധാനമുണ്ട്. കാരണം തനിക്കറിയാം തന്നെ പ്രവാസത്തിലേക്ക് അയച്ചത് ഇസ്രായേലിന്റെ പാപം മുഖാന്തരമാണെങ്കിലും ആ കൂട്ടത്തിൽ എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ ദാനിയേലും ബാബേലിലെത്തിയെങ്കിലും ദാനിയേലിന്റെ വിശ്വസ്തതയും സവിശേഷതയും സ്വഭാവ ഗുണങ്ങളും മനസ്സിലാക്കിയ ആ ബാബേലിലെ 4 രാജാക്കന്മാരെ ദാനിയേലിനെ ദേശത്തിലെ പ്രധാന സ്ഥാനാധിപതികൾ ഒരാക്കി മാറ്റണമെങ്കിൽ അതും അടിമകളായി ചെന്നവരോ ആണെന്ന് ഓർക്കണം. ബാബേലിൽ ഒരുപാട് ആളുകൾ ദാനിയേലിനെ പോലെ കഴിവും പ്രാപ്തിയും ഒക്കെയുള്ളവരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു ഉത്തമ സ്ഥാനം കൊടുക്കാതെ നെബൂഖദ്നേസർ രാജാവും അദ്ദേഹത്തിന്റെ മകനും കൊരേശും ദാരിയാവേശ് രാജാവും ബാബിലോൺ ഭരിച്ച സമയത്ത് ദാനിയേലിന് ഉത്തമമായ ഒരു സ്ഥാനം കൊടുക്കണമെങ്കിൽ ദാനിയേലിൽ എന്തൊക്കെയോ സവിശേഷതയുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ദൈവം നമ്മെ നല്ല സവിശേഷതയോടു കൂടിയാണ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവകൃപയിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ ലോകം നമ്മളെ കാണുമ്പോൾ അവർ തന്നെ പറയും, ഇവർ നമ്മളെ പോലെയല്ല, ഇവൻ എന്തോ ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് പറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം വിശുദ്ധിയുടെ ജീവിതമാണ് വിശ്രമത്തിന്റെ വഴി. വിശുദ്ധിയുടെ ജീവിതമാണ് വിശ്രമത്തിന്റെ വഴി. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി ദാനിയേല് രാജാവിന്റെ ഭോജനം കൊണ്ടും വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചുവെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ഹല്ലേലൂയ. കാരണം ദാനിയേലിന് വേണമെങ്കിൽ രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ടും വീഞ്ഞുകൊണ്ടും തനിക്ക് അവിടെ ജീവിതം കഴിച്ച് സുഖലോലുപനായി അവിടെ വേണേൽ കഴിയാം. പക്ഷേ തനിക്ക് മനസ്സിലായി വിശുദ്ധിയോട് ജീവിക്കുന്നതാണ് വിശ്രമ ജീവിതം. വിശുദ്ധിയാണ് വിശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. വിശുദ്ധിയാണ് കർത്താവിന്റെ വരവിൽ നമ്മെ എടുക്കപ്പെടാൻ പ്രേരിപ്പിക്കുന്നത്. വിശുദ്ധിയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ അന്ത്യവിശ്രമം സ്വസ്ഥതയുള്ളതാകെയുള്ളെന്ന് ദാനിയേലിന് മനസ്സിലായതുകൊണ്ട് രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും ദാനിയേല് തന്നെ അശുദ്ധമാക്കാതെ പ്രാർത്ഥനയിലുറ്റിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, നമ്മൾ എവിടെ ചെന്നാലും ഹല്ലേലൂയ നമ്മുടെ വിശ്രമ ജീവിതത്തെ ബോധ്യം ഉണ്ടായിരിക്കണം. ഈ ദൈവമക്കളുടെ വിശ്രമം എന്നൊക്കെ പറയുന്നത് രാവുകളില്ലാതെ പണിയെടുത്തിട്ട് പണിയൊക്കെ തീർന്ന് നമ്മുടെ ശമ്പളമൊക്കെ മേടിച്ചപ്പോൾ വീട്ടിൽ വന്നിരുന്ന് വിശ്രമിക്കുന്നതല്ല ദൈവമക്കളുടെ വിശ്രമം. ആക്ഷരികമായിട്ട് അതൊരു വിശ്രമമാണെങ്കിലും ദൈവമക്കളുടെ വിശ്രമം പറഞ്ഞാൽ മരണം കണ്ട. ദൈവമക്കൾ ഈ ഭൂമിയിലെ വേലയെല്ലാം തികച്ച് കർത്താവും നമ്മെ ഈ ഭൂമിയിൽ നിന്ന് ചേർക്കുമ്പോൾ നമ്മൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക. അതാണ് കൂടുതൽ വിശ്രമം എന്ന് പറയുന്നത്. രക്തജയം. ഹല്ലേലൂയ. അപ്പൊ രാജാവിന്റെ ഭോജനം കൊണ്ടും വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ലെന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. വിശുദ്ധ ജീവിതമാണ് കറയില്ലാത്ത ജീവിതം. വിശുദ്ധ ജീവിതമാണ് കറ, ചുളുക്കം, മാലിന്യം, വാട്ടമൊന്നുമില്ലാത്ത ജീവിതം വിശുദ്ധ ജീവിതമാണ്. ഹല്ലേലൂയ. ഈ വിശുദ്ധ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് വളരെ വില കൊടുക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. സാധാരണ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയത്തില്ല. കാരണം ഈ ലോകം മുഴുവൻ അധാർമികളുടെ കയ്യിൽ അകപ്പെട്ട് പാപത്തിൽ വീണ് മുഴുവൻ മലിനപ്പെട്ട് കിടക്കുകയാണ്. എവിടെ നോക്കിയാലും അല്ലയ ദൈവികതമല്ലാതെ ദൈവം വെറുക്കുന്ന പാപ സ്വഭാവങ്ങളാൽ മനുഷ്യൻ നിറയപ്പെട്ട് എല്ലാ മേഖലയും അശുദ്ധം ആയി കിടക്കുകയാണ്. അല്ലേ? അതിന്റെ നടുവിൽ നമുക്ക് വലിയ വിശുദ്ധിയാ നിറയപ്പെട്ട് ഒരു കറയില്ലാത്ത ജീവിതം നമുക്ക് നടത്തണം. മനസ്സാക്ഷി അല്ലെ ബാധിക്കപ്പെടാത്ത ഒരു ജീവിതം, അല്ലെ മനസ്സാക്ഷി കുറ്റപ്പെടുത്താത്ത, മനസ്സാക്ഷി നമ്മെ കുറ്റം വിധിക്കാത്ത യഥാർത്ഥമായൊരു വിശുദ്ധ ജീവിതത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലെ? അതുകൊണ്ടാണ് ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് എറിഞ്ഞു കളഞ്ഞപ്പോഴും ദാനിയേൽ അവിടെയും അവൻ സുഖത്തോടുകൂടി ആ സിംഹത്തിന്റെ ഗുഹയിലായിരിക്കാനും കഴിഞ്ഞതെന്താ? തന്റെ വിശുദ്ധ ജീവിതമാണ്. ഹല്ലേലൂയ. അപ്പം ബാബിലോണിലെ രാജാവിനെ നമസ്കരിക്കുകയില്ല എന്ന് ദാനിയേലും ഉറച്ചു തീരുമാനിച്ചതിന്റെ പേരിൽ ബാബിലോണിലുണ്ടായിരുന്ന ആളുകളെല്ലാം ദാനിയേലിന്റെ മേൽ കുറ്റം ചുമത്തി ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകളയുവാൻ തീരുമാനിച്ചത് രാജാവിന്റെ മുമ്പിൽ ചെന്ന് രാജാവിനോട് രാജകൽപ്പന വാങ്ങി അങ്ങനെ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ടുകളയാൻ രാജകൽപ്പന പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. ബാബിലോണിൽ ആഗ്രഹിച്ചതുപോലെ അവരെല്ലാം ചെയ്തെങ്കിൽ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ടുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ദാനിയേൽ പ്രവാചക ദിവസം 6-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം വായിക്കും ഇങ്ങനെ കാണുന്നുണ്ട്.
അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ച് ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ലേലിയ രാജകൽപ്പനയാൽ ദാനിയേലിനെ ഗുഹയിൽ കൊണ്ടിട്ടു. ആ രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. ലേലിയ വളരെ പരിഭ്രമം പിടിച്ചവനായി മാറി. ലേലിയ സ്തോത്രം. രാവിലെ സിംഹ ഗുഹയുടെ മുമ്പിൽ ദാനിയേലിനെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് കാണാൻ വേണ്ടി രാജാവ് വന്നപ്പം ദാനിയേല് സിംഹത്തിന്റെ ഗുഹയിൽ സുഖമായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ദാനിയേല് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, 6-ാമത്തെ 22-ാമത്തെ വാക്യം കാണുന്നുണ്ട്. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവെ, തിരുമുമ്പിലും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല. സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകളഞ്ഞെങ്കിലും സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ ആ സിംഹത്തിന്റെ ഗുഹയിലേക്ക് അയച്ചു. സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. രാജാവിനോട്, രാജാവ്, ഞാൻ എന്റെ ദൈവത്തിന് മുമ്പിലും തിരുമനസിന് മുമ്പിലും ഞാൻ കുറ്റമില്ലാത്തവനാണ്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ദാനിയേലിന്റെ വിശുദ്ധ ജീവിതമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ നടുവിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അശുദ്ധിയുള്ള ഹൃദയത്തിൽ ഒരിക്കലും ദൈവം അത്ഭുതം ചെയ്യത്തില്ല. അശുദ്ധിയുള്ള സ്ഥലത്ത് ദൈവത്തിന് അത്ഭുതം നടക്കത്തില്ല. അശുദ്ധമായി ജീവിക്കുന്നവർക്ക് വിശുദ്ധനായ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റത്തില്ല. അശുദ്ധനായ ഒരു മനുഷ്യനാണ് സിംഹത്തിന്റെ ഗുഹയിൽ വീണ്ടുന്നെങ്കിൽ സിംഹം കടിച്ചു കീറി തിന്നേനെ. വിശുദ്ധിയിൽ നിറയപ്പെട്ട് വിശുദ്ധിയുടെ വിശ്രമ ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവസ്നേഹം നിർമ്മലും നിർദോഷനും നിഷ്കളങ്കനും ഒക്കെയായി ബാബിലോണിൽ ചെന്നിട്ട് രാജാവിന്റെ ഭോജനം കൊണ്ടും വീഞ്ഞു കൊണ്ടും തന്നെ മലിനമാക്കാതെ അശുദ്ധമാക്കാതെ തന്റെ ജീവിതം മുഴുവൻ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിച്ച ദാനിയേലിന്റെ സിംഹഗുഹയിൽ ഇട്ടപ്പെടുത്തിയ സിംഹത്തിന് അല്ലെങ്കിൽ ഒരു കേടും വരുത്താതെ ദൈവദൂതൻ ഇറങ്ങി വന്ന സിംഹത്തിന്റെ വായടപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ആശ്ചര്യമല്ലേ? ലേലിയ സ്വതം. ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇന്നത്തെ ജീവിതവും ഇന്നത്തെ സാഹചര്യവും ഒക്കെ നോക്കുമ്പോൾ ഞാൻ ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് നോക്കാറുണ്ട്. കാരണം നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പം വളരെ പ്രതിസന്ധി നിറയപ്പെട്ടതാണ്. അല്ലേ? ഏത് മനുഷ്യൻ പാപത്തിലേക്ക് തള്ളിയിടുവാൻ വേണ്ടിയിട്ട് സാത്താൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തി ഏതെങ്കിലും പാപത്തിൽ തള്ളിയിടാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ, നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പമായ, നമ്മുടെ ജഡത്തെ പ്രേരിപ്പിക്കുന്ന, ജഡത്തെ വശീകരിക്കുന്ന പ്രലോഭനങ്ങൾ സാത്താൻ കൊണ്ടുവരും. അല്ലേലിയ. അങ്ങനെ ജഡത്തിന് പ്രലോഭനം തരുന്ന, കണ്ണുകൾക്ക് ഇമ്പമായ, മനസ്സിന് നല്ല പ്രേരണ നൽകുന്ന പാപത്തിന്റെ പ്രവണത നമ്മുടെ ഉള്ളിലേക്ക് സാത്താൻ കടത്തിവിടാൻ ശ്രമിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ വിശുദ്ധ ജീവിതത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ദാനിയേലോട് ദൈവം സംസാരിച്ചതുപോലെയുള്ള ശബ്ദം കേൾക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ സ്വർഗീയ പർദീസയിൽ എത്തുവാനും കഴിയുള്ളൂ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ജനിച്ച് മരിച്ചു പോയ അനുഭൂതി ആളുകളുണ്ട്. ജനിച്ച് മരിച്ച് ചിലരൊക്കെ ക്രിസ്തുവിൽ മറന്ന് ക്രിസ്തുവിന്റെ സന്നിധിയിലും ചിലരൊക്കെ യാതന സ്ഥലത്തുമുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന അനുഭൂതി ആളുകളുണ്ട്. ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ ജനിക്കാനിരിക്കും. നാളത്തെ കാര്യം നമുക്ക് അറിയത്തില്ല. ഇന്നത്തെ കാര്യം ഇന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരെല്ലാവരും ദൈവരാജ്യത്തിൽ ചെല്ലുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പും വേദപുസ്തകം തരുന്നില്ല. ഹല്ലേലൂയ. ദൈവം തീരുമാനിക്കുക ആര് ജനണമെന്ന്. സ്തോത്രം. സ്വർഗത്തിലേക്ക് ആര് വരണം, സ്വർഗത്തിലേക്ക് ആരെയൊക്കെ എടുക്കണം, സ്വർഗത്തിലേക്ക് ആരൊക്കെ വേണം എന്നുള്ള വിവരം മുഴുവൻ ശേഖരിക്കും നമ്മുടെ കർത്താവാണ്. അവസാനം ദാനിയേലിനെ പോലെ ദൂതൻ വന്ന് വിളിക്കും. ഹല്ലേലൂയ. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ ഹല്ലേലൂയ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞാൽ ദാനിയേൽ മരിക്കുന്നു എന്നല്ല ഇവിടെ പറഞ്ഞത്. താൻ വിശ്രമിക്കാൻ പോവുകയാണ്. തന്റെ മരണം ഒരു വിശ്രമമാണെന്ന്. തന്റെ മരണം ഒരു വിശ്രമമാണ്. പക്ഷെ ആ മരണം കൊണ്ട് ദാനിയേലേ നീ അവസാനിക്കുന്നില്ല. നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. നീ ബാബിലോണിലായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി നിന്നതും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതും നിന്റെ വിശുദ്ധിയെ നീ കാത്തതും വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചതും സിംഹത്തിന്റെ മുമ്പിൽ, സിംഹത്തിന്റെ ഗുഹയിൽ നിന്നെ ഇട്ടുകൊടുത്തിട്ടും നീ അവിടെ എന്നെ തള്ളിപ്പറയാതെ, എന്നെ മാറ്റി നിർത്താതെ വിശുദ്ധിയെ കാത്തുസൂക്ഷിച്ച് ബാബിലോണിൽ ദാര്യാവേശ് രാജാവിന്റെ മുമ്പിൽ എന്നെ വെളിപ്പെടുത്തുവാൻ ദാനിയേലേ നിനക്ക് കഴിഞ്ഞെങ്കിൽ
നിന്റെ വിശുദ്ധിയുടെ ആ അടിസ്ഥാനത്തിൽ നിനക്ക് ഞാൻ ഒരു വിശ്രമം തരികയ, നീ അവസാനത്തോളം പോയി കേൾക്കുക. നമ്മളെ ഒരു വാക്ക് കേൾക്കണ്ടേ? പൈസറോ, നമ്മളൊരു വാക്ക് കേൾക്കണം. ആ ഒരു വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അത്യധികം ഭാരവും പ്രയാസവും ശത്രുക്കളുടെ പീഡനവും ദൈവത്തിന്റെ നീണ്ട ഉപവാസവും പ്രാർത്ഥനയും ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ചു. അതിന്റെ ചരിത്രത്തെ വായിച്ചാലേ, ദാനിയേൽ ബാബിലോണിലായിരുന്നപ്പം അത്യധികം ഭാരം, പ്രയാസം, ശത്രുക്കളുടെ പീഡനം, അപ്പോൾ തന്നെ ദൈവത്തിന്റെ ഉപവാസവും പ്രാർത്ഥനയും എല്ലാം അവസാനിച്ചു. ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും ചെയ്യേണ്ട. അതുകൊണ്ടാണ് ഇനിയും പൊയ്ക്കൊള്ളുക എന്ന് ഹല്ലേലൂയ 2 ദൂതന്മാർ ഒരുമിച്ച് ദാനിയേലിനോട് ഹല്ലേലൂയ ആജ്ഞാപിക്കുക. 2 ദൂതന്മാരാണ് ദാനിയേലിനോട് പറയുന്നത്, നീ പൊയ്ക്കൊള്ളുക. അതിൽ ഒന്നാമത്തെ ദൂതൻ എവിടെയാ പറയുന്നത്? ഒന്നാമത്തെ ദൂതൻ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുക. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഈ വചനം അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ആദ്യ ദൂതൻ പറഞ്ഞു, ഈ വചനം മുദ്രയിട്ടിരിക്കുക, നീ പൊയ്ക്കൊള്ളുക. രണ്ടാമത്തെ ദൂതൻ പറഞ്ഞു, നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. ഈ ദൈവശബ്ദം കേൾക്കുവാൻ നമ്മൾ ഈ ഭൂമി ജീവിക്കണം. ഈ ദൈവശബ്ദം കേൾക്കുവാൻ എത്ര പേര് തയ്യാറാണ്? ഹല്ലേലൂയ. മരണം എന്ന് പറയുമ്പോൾ മനുഷ്യനെ ഭയപ്പെടുത്തിയ, മരണം എന്ന് പറയുമ്പോൾ മനുഷ്യന് പേടിയാ. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ സഭയിൽ ഒരു വിശ്വാസമുണ്ട്, ഭയങ്കര ഭക്തനാണെന്നൊക്കെ ആണ് നടിക്കുന്നതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആ മേഖല അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗം വന്നു. ഒരു ബ്ലോക്ക് വന്നപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ വിശുദ്ധി പോയി, പ്രമാണം പോയി, എല്ലാം പോയി. മരണത്തെ ഭയപ്പെട്ടു. ഈ മരണം, സ്തോത്രം. അല്ലെങ്കിൽ നമുക്കറിയാം, ഒരുപാട് ബ്ലോക്കുകാർ ഇന്ന് ബ്ലോക്കിനെ മാറ്റിയിട്ടും മരുന്നൊക്കെ കഴിച്ച് ഇറങ്ങി നടക്കുന്നുണ്ട്. എന്റെ വിശ്വാസം ഇറങ്ങി നടക്കത്തില്ല. കാര്യത്തില്ല. ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണമെന്ന്. അതുകൊണ്ട് റെസ്റ്റ് അനങ്ങാൻ പാടില്ലെന്ന് പറയുന്നത്. കാരണം മരണത്തെ ഭയപ്പെട്ടു. ലേരിയ എന്നെ കേൾക്കുന്നവർ സ്നേഹിത, നമ്മൾ മരണത്തെ ഭയപ്പെടരുത്. എന്നെ കേൾക്കുന്ന മാതാപിതാ, നമ്മൾ മരണത്തെ ഭയപ്പെടരുത്. നമുക്കൊരു വിശ്രമ ജീവിതം ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ആ വിശ്രമ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഈ ഭൂമി കഷ്ടത കൊണ്ട് നിറയപ്പെട്ടതാണ്, പ്രതിസന്ധികൾ കൊണ്ട് നിറയപ്പെട്ടതാണ്, പ്രതികൂലത്താൽ നിറയപ്പെട്ടതാണ്. നിന്ദകൾ, അപമാനങ്ങൾ, മാനാപമാനങ്ങൾ ഒക്കെ നമുക്കിവിടെ കടന്നു വരാം. ഒരുപാട് പീഡയും കഷ്ടപ്പാടും സങ്കടങ്ങളും ദുഃഖങ്ങളും മഹാവ്യാധികളും ഇവിടെ കടന്നു വരാം. ഉന്നതാധികാര സ്ഥാനങ്ങളിൽ നിന്ന് ദാനിയേൽ ഏറ്റതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ അനുഭവിച്ചേക്കാം. അല്ലെങ്കിൽ നിയമം നമുക്ക് പ്രതികൂലമായേക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമായേക്കാം. പക്ഷേ നമുക്കൊരു വിശ്രമം ദൈവം തരാൻ ആഗ്രഹിക്കുമ്പോൾ ആ വിശ്രമം മരണം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മരണത്തെ നമ്മൾ സന്തോഷത്തോടെ വരവേൽക്കണം. അല്ലേ? എനിക്ക് മരണം എന്ന് പറയുന്നത് പേടിയില്ല. കാരണം എനിക്കറിയാം എന്റെ മരണം ഒരു വിശ്രമമാണെന്ന് എനിക്കറിയാം. എന്റെ ഇവിടുത്തെ ഡ്യൂട്ടി തീർന്ന്, എന്റെ ഇവിടുത്തെ ജോലി തീർന്ന്, എന്റെ ഇവിടുത്തെ പ്രവൃത്തി തീർന്ന്, എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ ദാനിയേലിനെ പോലെ എനിക്കും ദൈവം ഒരു വിശ്രമം തരും. അല്ലേ? അതൊരു മരണത്തെ ഭയമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹം ഭയങ്കര ഭയപ്പെട്ടു ഒരു മരണത്തെ. ഭയപ്പെട്ടിരിക്കുക. അല്ലേ? ഞാൻ പല പ്രാവശ്യം വിളിക്കും, പക്ഷെ അദ്ദേഹം അനങ്ങത്തോലെ. അയ്യോ, അദ്ദേഹം അത്ര ഭയപ്പെടുപോയി. ഒരു വിശ്വാസി മരണത്തെ ഭയപ്പെടരുത്. ഒരു വിശ്വാസി വീണ്ടെടുക്കപ്പെട്ട രക്ഷയുടെ അനുഭവം പ്രാപിച്ച കർത്താവ് യേശുക്രിസ്തു ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന, പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട, അഭിഷേകമുള്ള, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി, ഒരു ഭക്തൻ ഒരിക്കലും മരണത്തെ ഭയപ്പെടരുത്. മരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ചൊരു ഒരു വരമാണ്. ജനനത്തോടൊപ്പം മരണമുണ്ട്. നാം ജനിച്ചു വീഴുമ്പോൾ തന്നെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നാം പുറത്തേക്ക് വരുന്ന ആ നിമിഷം തൊട്ട് തന്നെ മരണം കൂടെ യാത്ര ചെയ്യുക. അപ്പം ഇന്നത്തെ കാലത്ത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ, അമ്മ ശൈശവത്തിൽ തന്നെ വെച്ച് ഉദരത്തിൽ വെച്ച കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടല്ലോ. പ്രൈസോ. അങ്ങനെയാണ് നമ്മൾ ഈ പുറം ലോകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ മരണത്തെ കൂട്ടി നമ്മൾ യാത്ര ചെയ്യുന്നത്. എപ്പോഴാണ് ദൈവം നമുക്ക് വിശ്രമം തരുന്നത് നമുക്കറിയില്ല. ആ വിശ്രമത്തിന് വേണ്ടി നമ്മൾ കാതോർത്തിരിക്കണം. അല്ലെങ്കിൽ ദൂതൻ ദാനിയേൽ സംസാരിച്ചതുപോലെ. അപ്പൊ ഒടുവിലായി അവനെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുക. ദാനിയേലിന്റെ ഉള്ളിൽ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുക. കഷ്ടതകളിൽ നിന്നും ദൈവം തന്റെ ദാസനെ വിശ്രമത്തിനായി ക്ഷണിക്കുകയാണ്. മരണം വിശ്രമമായി പറയുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്രമം മരണമാണ്. ദാനിയേലിന്റെ വിശ്രമം കൊണ്ട് അവസാനിപ്പിക്കാതെ, മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ വിശ്രമം മരണമാണ്. പക്ഷെ ദാനിയേലിനെ മരണം കൊണ്ട് വിശ്രമിപ്പിക്കാതെ ദൈവം പ്രത്യാശ കൊടുക്കുക. ഹല്ലേലൂയ. ദാനിയേലിന് പ്രത്യാശ കൊടുക്കും. നീ മരണം കൊണ്ട് വിശ്രമത്തിലേക്ക് പോയാലും നിന്റെ ജീവിതത്തെ മരണം കൊണ്ട് അവസാനിപ്പിക്കാതെ ഒരു പ്രത്യാശ. ഹല്ലേലൂയ.
പ്രത്യാശ കൊടുക്കുക. എന്താണ് ഹല്ലേലൂയ? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പ്രതിഫലം ദൈവം ഒരു പ്രതിഫലം കൊടുക്കാൻ ആഗ്രഹിക്കുക. മരണം കൊണ്ട് അവസാനിപ്പിക്കുക. അതാണ് പറയുന്നത്, കാലാവസാനത്തേക്ക് നിന്റെ ഓഹരി ലഭിപ്പാൻ ഹല്ലേലൂയ എഴുന്നേറ്റ് വരും. അപ്പം മരിച്ചു പോകുന്ന വിശുദ്ധന്മാർക്ക് ഒരു ഉയർപ്പുണ്ടെന്നുള്ള, മരിച്ചുപോയ വിശുദ്ധന്മാർക്ക് ഒരു ഉയർപ്പുണ്ടെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്ക് വെളിപ്പെടുത്തി. ഇത് തന്നെ യേശു വെളിപ്പെടുത്തി. ഇത് തന്നെ അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലന്മാരും വെളിപ്പെടുത്തി തന്നു. ക്രിസ്തുവിൽ മരിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രതിഫലം പ്രാപിപ്പാൻ അവൻ വീണ്ടും എഴുന്നേറ്റ് വരും. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ ജീവിതം നയിച്ച് വിശുദ്ധിയിൽ നീ ജീവിച്ച് നീ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ, മരണം കൊണ്ട് നിനക്ക് വിശ്രമം ദൈവം തന്നാലും നിന്റെ പ്രതിഫലം പ്രാപിപ്പാൻ ദാനിയേലിനെ പോലെ നീ എഴുന്നേറ്റ് വരും. പ്രൈസലോ. ദൈവം നിനക്ക് തരുന്ന പ്രതിഫലത്തെ കുറിച്ച് നമുക്കറിയില്ല എന്താണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-ാം വാക്യം വായിക്കും ഇങ്ങനെയുണ്ട്: അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, നീതിമാനിനി നീതി ചെയ്യട്ടെ, വിശുദ്ധനിനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. പ്രതിഫലം തരാൻ നമ്മുടെ കർത്താവ് വരാനായി. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ഒരുപാട് നൊമ്പരങ്ങളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്, ഒരുപാട് ഉപദ്രവങ്ങളുണ്ട്. അതിന്റെ നടുവിൽ നമ്മുടെ വിശ്രമത്തെ കുറിച്ച് നമുക്ക് ചിന്തയുണ്ടായിരിക്കണം. നമുക്കൊരു വിശ്രമം തരുവാനും നമ്മുടെ പ്രതിഫലം പ്രാപിപ്പാൻ നമ്മൾ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. നമ്മെ വീണ്ടും അമ്മ ഉയർപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അല്ലേലൂയ. അതിനുവേണ്ടി കാത്തിരിക്കണം. അപ്പൊ ഈ പ്രതിഫലം തരുന്നത് കർത്താവിന്റെ വരവിന് ശേഷമാണ്. നമുക്കുള്ള പ്രതിഫലം തരുന്നത്, നമ്മൾ മരിച്ചു പോയത് കൂട്ടി, നമുക്ക് മുമ്പേ മരിച്ചുപോയ വിശുദ്ധന്മാർ ഒരുപാട് ഉണ്ടല്ലോ. മണ്ണിൽ ഉറങ്ങുന്ന ഒരുപാട് വിശുദ്ധന്മാർ നമ്മുടെ ഉണ്ട്. മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർക്കൊന്നും ഇതുവരെ പ്രതിഫലം കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർക്കും പ്രതിഫലം കിട്ടിയിട്ടില്ല. നാം ജീവനോടെ ഇരിക്കുന്ന നമുക്കും പ്രതിഫലം കിട്ടിയിട്ടില്ല. നമ്മളിപ്പോഴും കർത്താവിന്റെ ദൗത്യത്തിൽ നിൽക്കുകയാണ്. കർത്താവിന്റെ ദൗത്യത്തിൽ നമ്മളെ ഏൽപ്പിച്ച് വേരയിൽ തന്നെ നിൽക്കുകയാണ്. ഇനി നമ്മുടെ പിതാക്കന്മാർ മണ്ണിൽ ഉറങ്ങുന്ന പിതാക്കന്മാർ എഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ നമുക്കും എഴുന്നേറ്റ് വരാൻ പറ്റണമെങ്കിൽ നമുക്കൊരു വിശ്രമം ആവശ്യമാണ്. ഇനി അതല്ല, കർത്താവിന്റെ വരവാണെങ്കിൽ നമ്മൾ രൂപാന്തരം പ്രാപിക്കുക. അപ്പൊ ഒന്നിൽ പ്രതിഫലം ലഭിക്കുന്നത് കർത്താവിന്റെ വരവിന് ശേഷമാണ്. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വരവിന് ശേഷമാണ് പ്രതിഫലം ലഭിക്കുക. പ്രതിഫലത്തിന് യോഗ്യമായ എല്ലാവർക്കും പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ ഭൂമി ജീവിച്ച് പ്രതിഫലത്തിന് യോഗ്യമായി ജീവിച്ച ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃദ്ധരും അശരണ യാചകരും ഓർഫനേജിലും യുവലും തടമുറയിലായിരിക്കുന്നവർക്കും ഒരു പ്രതിഫലം ലഭിക്കും. പ്രൈസ് ലോർഡ്. ഈ തടവറയിൽ കിടക്കുന്നവരും പ്രതിഫലമുണ്ടെന്ന് നമുക്ക് എങ്ങനെ വെളിപ്പെട്ടത്? അതുകൊണ്ടാണ് തടവറകളിൽ സുവിശേഷം അറിയിക്കാൻ കാരണമായത്, ബദ്ധന്മാർക്ക് വിടലെടുക്കാൻ കാരണമായത്. യെശയ്യാ പുസ്തകം 61 അധ്യായം വായിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം തടവറയിൽ കിടക്കുന്ന, കുണ്ടറയിൽ കിടക്കുന്ന ബദ്ധന്മാർക്ക് പോലും വിടലെടുക്കാൻ എന്ത് ചെയ്തു? അവരെ തടവറയിലിട്ട്, ജയിലറയിലിട്ട് ശുദ്ധീകരിച്ച് മാനസാന്തരപ്പെടുത്തി എടുത്ത് അവർക്കും പാപബോധം കൊടുത്തിട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപത്തിന് ശുദ്ധീകരണം വരുത്തി രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ വീണ്ടും തന്നെ പ്രാപിക്കാൻ വേണ്ടി ദൈവം തടവറയിലേക്ക് സുവിശേഷകരെ അയച്ചു. അങ്ങനെ തടവറയിലേക്ക് സുവിശേഷകന്മാർ കടന്നു ചെന്ന് ബദ്ധന്മാരായി കിടക്കുന്ന, തടവുള്ളികളായി കിടക്കുന്നവരുടെ സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം കേട്ട് വിശ്വസിച്ച് അവർ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി അവർ വിശുദ്ധ ജീവിതം നയിക്കുന്നു. ഹല്ലേലൂയ. അവർക്കും ഒരു പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട്, വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക്. പ്രൈസ് ലോർഡ്. അപ്പൊ നമുക്കെല്ലാം ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം ഈ ഭൂമിയിൽ നിന്ന് ഒരു ഗവൺമെന്റ് നമുക്ക് തരുന്നതല്ല, ഒരു മത നേതാക്കന്മാരും തരുന്നില്ല, ഒരു സാമൂഹിക സംസ്കാര ചരിത്രം മീഡിയ അവരൊന്നും തരുന്ന പ്രതിഫലമല്ല. ലോകം ഒരുപാട് പുരസ്കാരങ്ങളും ഒരുപാട് അംഗീകാരങ്ങളും ഒക്കെ നമുക്ക് തന്നേക്കാം. നമ്മൾ ചെയ്യുന്നതനുസരിച്ച് അനവധി ആളുകൾ നമ്മെ ബഹുമാനിച്ചേക്കാം, ആദരിച്ചേക്കാം, നമ്മെ പൊന്നാട എണീച്ചേക്കാം, നമുക്ക് ഫലകങ്ങളും ട്രോഫികളും ഒക്കെ തന്നേക്കാം. ഇതെല്ലാം താൽക്കാലികമാണ്. അതെല്ലാം അവസാനം ഒരു പിടി ചാരമായി മാറുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് മുമ്പേ മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാം കർത്താവിന്റെ വരവിന് ശേഷമായി എഴുന്നേൽക്കുമ്പോൾ ജീവനോടെ ഇരിക്കുന്ന രൂപാന്തരം പ്രാപിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. നമുക്കുള്ള പ്രതിഫലം ദൈവ സ്വർഗത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ആ പ്രതിഫലം എന്താണ് അന്ന് വരെ ആരും കണ്ടിട്ടില്ല.
സ്വർഗം നമുക്ക് തരാൻ പോകുന്ന പ്രതിഫലം എന്താണെന്ന് ആരും ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് ഈ പൊരുതി ലേഖനത്തിൽ പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അത് ഈ പ്രതിഫലം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ആരും അങ്ങനെ നമുക്കറിയാം. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വരിക, നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കയറി താമസം നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിശേഷമായ അനുഭവങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ പലരെയും ക്ഷണിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പലരെയും ക്ഷണിക്കുമ്പോൾ ആ ക്ഷണിക്കപ്പെട്ട ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തരും. അല്ലെങ്കിൽ നല്ല പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് ചേർന്നും ഒരു അനേക ഗിഫ്റ്റുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട്. ആ ഗിഫ്റ്റുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ വളരെ ആകാംക്ഷയോടെ അത് തുറക്കും. അല്ലെങ്കിൽ അതിനകത്ത് എന്താണെന്ന് വാങ്ങിയ പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ. വാങ്ങി പാഴ്സലാക്കിയ വ്യക്തികൾക്കും ചിലപ്പോൾ അവരുടെ കൂടെയുള്ളവർക്ക് അറിയായിരിക്കും. പക്ഷേ അത് വാങ്ങുന്ന നിങ്ങൾക്കറിയത്തില്ല അതിനകത്ത് എന്തായിരിക്കുന്നതെന്ന്. നിങ്ങൾ വളരെ ആകാംക്ഷയോടെ ആ ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന പ്രതിഫലം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തുമാത്രം സന്തോഷമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ, മക്കൾ, അപ്പൻ, അമ്മ, നിങ്ങളുടെ സഹോദരങ്ങളെല്ലാം കൂടി മക്കളെല്ലാം കൂടി സന്തോഷിക്കുക പ്രതിഫലം കണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സന്തോഷം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്ക് വെച്ചിന് പ്രതിഫലം ആ ഗിഫ്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. സ്വർണ്ണാവി അത് കാണാനുള്ളൊരാഗ്രഹമാണ് നമ്മെ ഇവിടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മളെ ഇവിടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് കർത്താവ് നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ആ ആശയും ആഗ്രഹവും പ്രത്യാശയും ഇല്ലാത്തവരാണ് തങ്ങളുടെ ജീവിതത്തെ ഒടുക്കിക്കളയുന്നത്. ഹല്ലേലൂയ. ഞാനിപ്പോൾ രാവിലെ എഴുതിട്ടിങ്ങനെ മെസ്സേജൊക്കെ വരുമ്പം മൊബൈലിപ്പം തുറന്നപ്പം കണ്ട് ഇടുക്കിയിലൊരു മകൻ സ്വന്തം അപ്പനെ അമ്മയും കുത്തിക്കൊന്നു. ഓർത്തു വയ്ക്കി, സ്വന്തം അപ്പന്, സ്വന്തം ജന്മം കൊടുത്ത അപ്പൻ. ഹല്ലേലൂയ. 9 മാസം 9 ദിവസം 9 വിനാഴി എന്നൊക്കെയാണ് പറഞ്ഞ് ആ ഉദരത്തിൽ ചുമന്ന ആ മാതാവ് നൊന്തുപെറ്റ് ആ കുഞ്ഞിനെ പാലൂട്ടി വളർത്തി അവനെ ഒരു മനുഷ്യനാക്കിയെടുത്ത്. ഹല്ലേലൂയ. അപ്പനോളം മക്കളായി കഴിഞ്ഞപ്പോൾ സ്വന്തം അമ്മയും അപ്പനെയും തിരിച്ചറിയാൻ കഴിയാതെ ആ സ്വന്തം അപ്പനെ അമ്മയെ കത്തിക്കൊണ്ട് കുത്തിക്കൊന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ചിന്തിക്കാൻ പറ്റുമത്. ഞാൻ രാവിലെ ഇത് കണ്ടപ്പോൾ ഓർത്ത്, കർത്താവ് ഇത്രയും ലോകത്തിൽ ഇത്രയും അധാർമ്മികതയും അശുദ്ധിയും ലോകം ഇത്രമാത്രം വികസിച്ച് ഇത്രമാത്രം പ്രതികൂലങ്ങൾ കണ്ടിട്ട് എങ്ങനെ ചെയ്യാൻ തോന്നി? അത് തന്നെയല്ല നമ്മൾ ചിന്തിച്ചു, സ്വന്തം അപ്പനെ നമ്മുടെ കൈകൊണ്ട് എങ്ങനെ കുത്തും, സ്വന്തം അമ്മയെ നമ്മളെങ്ങനെ കുത്തിക്കൊല്ലും. സ്തോത്രം. ആ മനുഷ്യന്റെ സ്ഥിതി എന്താണ്? ആ മനുഷ്യന്റെ മനസ്സ് എന്താണ്? മകന്റെ നമ്മുടെ ലോകം എത്ര ഭയാനകമായിട്ടാണ് പോകുന്നതല്ലേ? നമ്മുടെ അടുത്ത കുടുംബങ്ങൾ എത്ര ഭയാനകമായ അനുഭവത്തിലാണ് പോകുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, യുവക്കന്മാരോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന കൗമാരക്കാരോട് യൗവനക്കാരോട് പറയട്ടെ, സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, അവരെ കരുതുന്നില്ലെങ്കിൽ, അവരോട് നമ്മൾ കടപ്പാട് കാണിക്കുന്നില്ലെങ്കിൽ, അവർ നമ്മെ വളർത്തിയെടുത്ത വഴികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പനെ അമ്മയെ കുത്തിക്കൊന്നിട്ട് ഈ മകന് ഇനി എന്തെങ്കിലും സ്വസ്ഥത കിട്ടുമോ? അപ്പനെ അമ്മയും കുത്തിക്കൊന്ന മകനെ ജയിലിൽ പിടിച്ചിട്ട് ജയിലിലടച്ചവനെ ജയിൽ മോചിതനായി മാറിയാലും ലോകവനെ അംഗീകരിക്കുവോ? ലോകവന് ഇനി വില കൊടുക്കുവോ? അപ്പനെ അമ്മയും കുത്തിക്കൊന്നവനാണ് പേര് വരത്തെ സമൂഹത്തിൽ അവൻ ഒറ്റപ്പെട്ടു പോയില്ലേ? എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തകളിൽ പറയട്ടെ, നമ്മൾ നമ്മുടെ കൈകൊണ്ട് ആയുധമെടുത്ത് മറ്റൊരാളുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കരുത്. ഹല്ലേലൂയ. അത് പാപമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദാനിയേൽ അല്ലെങ്കിൽ ബാബിലോണിലായിരുന്നപ്പോൾ, ബാബിലോണിലെ പീഡകളും അക്രമങ്ങളും കടന്നു വന്നപ്പോൾ 4 രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തിലും ദാനിയേൽ ഒരുപാട് വേദനയുടെ കടന്നുപോയപ്പോഴും ദാനിയേൽ ഒരിക്കൽ പോലും തന്റെ കൈകൾ കൊണ്ട് അവരെ ഉപദ്രവിക്കുവാനോ അവരെ പീഡിപ്പിക്കുവാനോ ദാനിയേൽ തയ്യാറായില്ല. തന്റെ വിശുദ്ധ ജീവിതത്തെ കണ്ടുകൊണ്ട് അതിന്റെ അവസാനം വിശ്രമമാണ്. ആ വിശ്രമത്തിന് അവസാനം എനിക്കൊരു പ്രതിഫലമുണ്ട്, അത് മേടിക്കുവാൻ കർത്താവിനെ ഈ ലോകത്തിൽ എഴുന്നേൽപ്പിക്കുമെന്ന് ദാനിയേൽ ഉറച്ചു വിശ്വസിച്ചു. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം കർത്താവ് വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. വെളിപ്പാട് പുസ്തകം നമ്മൾ 22:11 ഞാൻ വായിക്കാം. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, നീതിമാന്യൻ നീതി ചെയ്യട്ടെ, വിശുദ്ധന്യൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ
ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്ന വെളിപ്പാട് 22:1. അതെ, പ്രതിഫല ചിന്തയും പ്രത്യാശയും നമ്മെ ഭരിക്കണം. അതെ, ആ പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ല. അത് സ്വർഗരാജ്യത്തിൽ ദൈവം നമുക്ക് തരുന്നതാ. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, ഈ ഭൂമി കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി നിന്ന സഹിച്ചിട്ടുണ്ടോ? കർത്താവിനെ പീഡ അനുഭവിച്ചിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി നിന്നെ എല്ലാവരും വിടക്കെന്ന് പറയുന്നുണ്ടോ? കർത്താവ് മുഖാന്തരം നീ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? അതൊന്നും ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ദാനിയേലിനെ പോലെ വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ നീ എവിടെല്ലാം നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, അതിന്റെ നടുവിൽ നിനക്ക് പ്രതിഫലം തന്ന് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. രക്തജയം. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ലോകം പോകുന്നതിൽ പോലെ നമ്മൾ പോകണ്ട, ലോകക്കാർ പോകുന്നതിൽ പോകണ്ട, ലോകം പറയുന്നതിൽ നീ പറയണ്ട, ലോകം എന്ത് സംസാരിക്കട്ടെ അതിനോട് ചേർന്ന് നിൽക്കണ്ട, ലോകം കാണിക്കുന്ന മാതൃകയൊന്നും നീ ഏറ്റെടുക്കണ്ട. സ്തോത്രം. ദാനിയേലിനെ പോലെ വിശുദ്ധ ജീവിതം നയിച്ചൊരു വിശ്രാമത്തിന് വേണ്ടി വേണം നീ ഒരുങ്ങാൻ. രക്തജയം. ഹല്ലേലൂയ. അവന്റെ നെബൂഖദ്നേസർ നടത്തിയ കാലത്തിലും അവന്റെ മകനായ ബേൽശസ്സർ കൂടാതെ ദാര്യാവേശും കോരെശും തുടങ്ങിയ രാജാക്കന്മാരുടെ ഭരണകാലത്തും സത്യസന്ധമായും വിശ്വസ്തയോടുകൂടെ രാജ്യകാര്യങ്ങൾ ശ്രദ്ധിച്ച ഒരു മന്ത്രിയാണ് ദാനിയേല്. ഹല്ലേലൂയ. ഈ 4 രാജാക്കന്മാർ ഭരിച്ചപ്പോഴും തന്നെ ഏൽപ്പിച്ച രാജ്യകാര്യത്തിൽ വളരെ സത്യസന്ധവും വിശ്വസ്തയോടുകൂടി ആ ജോലി ചെയ്ത ഒരാളാണ്, മന്ത്രിയാണ് ദാനിയേല്. അവൻ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിച്ചു. യെരൂശലേം വീണ്ടും പണിയുന്നതിന് വേണ്ടി വളരെയധികം അധ്വാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇസ്രായേലത്തെ ബാബിൽ നിന്ന് വിടുവിക്ക് വേണ്ടി ദാനിയേൽ ഒരുപാട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അത് നമുക്ക് ദാനിയേലിന്റെ സാറിന്റെ 10 കാണുമ്പോൾ കാണാൻ കഴിയും. അവനെ സിംഹം ഗുഹയിലിട്ടപ്പോൾ പതിവ് പോലെ അവന്റെ മാളിക ചെന്ന് പ്രാർത്ഥിച്ചത്. അത് ബാബേൽ പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. യെരൂശലേം വീണ്ടും പണിയപ്പെടാൻ വേണ്ടിയിട്ട് ദാനിയേൽ ഒരുപാട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കഷ്ടതയിൽ കിടക്കുന്ന, സങ്കടത്തിൽ കിടക്കുന്ന, പാപത്തിന്റെ അടിമത്തത്തിൽ ചങ്ങലയിൽ വീണ് കിടക്കുന്ന, ഈ ലോകത്തിന്റെ മുഖങ്ങൾ വീണ് വഴുതിപ്പോയ അനവധി ആളുകൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾ കണ്ണുനീരോടെ ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം, ആത്മഭാരത്തോടെ. അപ്പൊ ദാനിയേലിന് തനിക്ക് നേരെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉയരുമ്പോഴും ദാനിയേലിന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്താണ്? എന്റെ ജനം ഈ ബാബിലോണിൽ നിന്ന് അവരുടെ ദേശത്തിലേക്ക് മടങ്ങിപ്പോകണം, യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകണം, യെരൂശലേം പുതുക്കി പണിയണം എന്നുള്ള ചിന്ത ദാനിയേലിനെ ഭരിച്ചു. അതുകൊണ്ട് ദാനിയേൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നിന്നതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നിന്റെ ഭവനത്തിനകത്ത് ഉപവാസവും പ്രാർത്ഥന ഉണ്ടാകട്ടെ. നിന്റെ മക്കൾക്ക് വേണ്ടി നീ ഉപവസിക്കണം. ഹല്ലേലൂയ. നിന്റെ മക്കളെ രക്ഷയ്ക്ക് വേണ്ടി, അവർ അനുഗ്രഹത്തിന്റെ ഭാവിക്ക് വേണ്ടി, അവരുടെ സുരക്ഷിതത്വ ജീവിതത്തിന് വേണ്ടി, അധർമ്മികളിൽ പെട്ടുപോകാതിരിക്കാൻ, ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിലേക്ക് വീടാതിരിക്കുവാൻ, ഇവിടെ ലോകത്തിന്റെ മയക്കുമരുന്ന് ലഹരിയുടെ ഭാവികളിൽ നിന്റെ കുഞ്ഞുങ്ങൾ അകപ്പെടാതിരിക്കാൻ നിന്റെ മക്കൾക്ക് വേണ്ടി കണ്ണതിലൂടെ പ്രാർത്ഥിക്കണം. ഭാവിയിൽ കിടക്കുന്ന ജനം പ്രത്യാശയോടെ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുവാൻ ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിത്യമായി സ്വർഗത്തിൽ എത്തുന്നവരെയും എത്തുവാൻ നിന്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ വാർത്തിക്കുന്ന ആളുകളിൽ അവന് വിശ്രാമം കർത്താവ് നൽകണമെന്ന് വിചാരിച്ചു. ഈ ദാനിയേലിന്റെ വാർത്തിക്കുന്ന ആളുകളിൽ ദാനിയേലിന് വിശ്രമം കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഹല്ലേലൂയ. ദൈവം തന്റെ ദൂതനെ അയച്ച്, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച കാലാവസാനം നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. നിത്യവിശ്രമത്തെങ്കിൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പല്ലി നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നുവെന്തേക്കും പ്രകാശിക്കുമെന്ന് ദാനിയേൽ പ്രവാചന പുസ്തകം 12:3 കിടപ്പുണ്ട്. ഇതൊരു പ്രത്യാശയുടെ അധ്യായം കേട്ടോ. ഈ ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം വളരെ പ്രത്യാശ തരുന്നത്, വളരെ ആനന്ദം, നമ്മൾ ചിന്തിപ്പിക്കുന്നത്, മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറും. അല്ലെന്ന് ഞാൻ ഒരുപാട് സങ്കടങ്ങൾ ദുഃഖത്തിലൂടെ ഒത്തിരി പോകാറുണ്ട്. ഹല്ലേലൂയ. ഈ 4 ചുവരുകെട്ടിനകത്ത് തനിയെ ഇരുന്ന് ഒരുപാട് ചിന്തിക്കുകയും ഒരുപാട് വേദനപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സന്ദർഭം എല്ലാ ദിവസവും ഉണ്ട്. ഹല്ലേലൂയ. കാരണം വൈഫ് മരിച്ചുപോയി, മോള് പഠിക്കാൻ പോയി, പിന്നെ 4 ചുവരുകൾക്കകത്ത് ഞാൻ ഇങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടുമ്പോഴേ ഞാൻ ഒരുപാട് ചിന്തിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഈ ദാനിയേലിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും. ഹല്ലേലൂയ. ശക്തനായ ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു.
തന്റെ അവസാന നാളുകൾ തനിക്കൊരു വിശ്രമമുണ്ടെന്ന് മനസ്സിലാക്കി വിശുദ്ധ ജീവൻ നയിച്ച പോലെ ഞാൻ കർത്താവേ ഈ പുസ്തകം എനിക്ക് സന്തോഷമായി തന്നു. ഈ പൊന്നാടിയ ദിവസം 12-ാം അധ്യായം എനിക്ക് സമാധാനത്തിലേക്ക് തന്നു, സ്വസ്ഥമായി തന്നു. എന്നെ കൂടെ അതിനകത്ത് ഏൽപ്പിക്കുന്നു. ദാനിയേലിനെ പോലെ എന്റെ പ്രതിഫലം പ്രാപിപ്പാൻ എനിക്ക് എഴുന്നേറ്റ് വരുവാൻ എന്നെ അവിടെ ഒരുക്കണമേ. ആ ദാനിയേലിനോട് സംസാരിച്ച ഒരു ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ എന്ന് ഞാൻ കർത്താവോട് പറയാറുണ്ട്. അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? നമുക്കിങ്ങനെ പറയാൻ കഴിയണം കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നികത ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ വരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. അത് അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്ന വെളിപ്പാട് ദിവസം 14:13 കാണുന്നുണ്ട്. അത് ഇന്ന് ഭൂമിയിലുള്ള വിശുദ്ധന്മാരെല്ലാവരും ഇടവിടാതെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമി കൊയ്ത്തധികം ഹല്ലേലൂയ ഉണ്ട്, വേലക്കാര് ചുരുക്കം, അനേകർ ഹല്ലേലൂയ വിശ്രമിപ്പാനുള്ള നാളുകളെടുത്തു. ഹല്ലേലൂയ. അതെ, കൊയ്ത്ത് വളരെ വേലക്കാരി ചുരുക്കമാ. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ കേൾക്കുന്ന പ്രശ്നികതയെ നമ്മെ കർത്താവ് ഈ ഭൂമിയിലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഏൽപ്പിച്ച് നമ്മുടെ അന്ത്യ നാളുകളാകുമ്പോൾ നമുക്കൊരു വിശ്രമം ദൈവം തരും. ഹല്ലേലൂയ. എല്ലാ കഷ്ടങ്ങളും മാറും, എല്ലാ സങ്കടങ്ങളും മാറും. ഇവിടെ അനുഭവിച്ച നൊമ്പരങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം മാറി ഒരു നല്ല വിശ്രമം കർത്താവ് നമുക്ക് ദാനിയേലിനെ പോലെ നമുക്ക് തരും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അധ്വാനിച്ചത് ഓടിയതും വെറുതെ അല്ല, നമ്മൾ കഷ്ടപ്പെടുന്നതും വെറുതെ അല്ല. അല്ലേ, നമുക്ക് നമ്മൾ ചെല്ലുന്ന സ്ഥലം കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, സങ്കടമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു നല്ല രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സമയമായി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായ ലേഖനം എഴുതുമ്പോൾ കാണുന്നുണ്ട്, എബ്രായ 4:9 പൗലോസ് പറയാണ്, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന്റെ ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. നല്ലവനും വിശ്വസ്തമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്റെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷം പ്രവേശിക്കാന്ന് 10 താലന്ത് കൊടുത്തു, 5 താലന്ത് കൊടുത്തിട്ടുണ്ട് കർത്താവ് പറഞ്ഞ പോലെ. അതെ, നിന്നെ ഇവിടെ ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ കഷ്ടതയുണ്ട്, സങ്കടമുണ്ട്. എന്നെ കേൾക്കുന്ന നമുക്ക് കഷ്ടത, സങ്കടമുണ്ട്. അതിന് നമുക്ക് ജയിക്കാൻ കഴിയട്ടെ. ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനം എന്താണ്? ദാനിയേൽ പ്രവാചകൻ 12-13 വാക്യം. നീയോ ദാനിയേലേ, അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച കാലം അവസാനത്തെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. പ്രൈസലോ. അതേ, പ്രത്യാശയോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ കഷ്ടതകൾ മറക്കാം. കർത്താവിന്റെ സന്നിധി നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് കേരളത്തിൽ ഭാരതലോക രാജ്യം 800 കോടി ജനത്തിനായി തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവിന്റെ പ്രയാസവും ദുരിതദുഃഖങ്ങളുണ്ടെന്നാൽ ഭാവിയിൽ പ്രവാസത്തിനെ ദാനിയേലും തന്റെ വിശുദ്ധ ജീവിതം നയിച്ച് വിശ്രാമത്തിനായി ഒരുങ്ങി അവസാന ദൂതൻ സംസാരിച്ചു, നീയോ പോയിക്കൊള്ളുക, അവസാനത്തോളം പോയിക്കൊള്ളുക. കാലാവസാന ഓഹരി പ്രായം എഴുന്നേറ്റ് പ്രത്യാശ കൊടുത്തതുപോലെ ഈ നാളിൽ കർത്താവ് ഞങ്ങൾക്ക് ഒരു വിശ്രമം വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്കൊരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കഷ്ടതകളിൽ നിന്ന് സാരമില്ല നിന്നിക്കൊണ്ട് അങ്ങനെ വരവിനോ ഞങ്ങളുടെ സാഹചര്യ ജനത്തെ ഒരുക്കണമേ. ദൈവമക്കളെ, ദൈവദാസന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനത്തെ ഏൽപ്പിക്കുകയാണ്. ആരും നഷ്ടപ്പെട്ടു പോരുന്ന ഐശ്വര്യത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർദ്ധക്യത്തിനും ഇവിടുത്തെ രക്ഷണ യാചകർ, ഓർഫനേജിലുള്ള ജീവ തലമുറയിലായിരിക്കുന്ന രാജരാഷ്ട്ര തലമുറെല്ലാം മത നേതാക്കന്മാരും രാഷ്ട്രീയമാരും സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ രംഗത്ത് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർമാർ അടക്കം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും, എല്ലാ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ടവരെയും, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യം 7 ഭൂഖണ്ഡങ്ങളായിരിക്കും 800 കോടി ജനത്തിന്റെ സ്വസ്ഥതയ്ക്കും വിശ്രമത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗ അത്ഭുതം ചെയ്യണമേ, സകല മുഖത്തും എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.